ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്തൻ. ഭാഗം 1886. ഇന്ന് ഫെബ്രുവരി മാസം 28-ാം തീയതി. ഈ ആണ്ടിലെ 59-ാമത്തെ ദിവസത്തിലെത്തി. 2-ാം മാസത്തിന്റെ അവസാന ദിനമാണ് ഇന്ന്. വലിയ നോമ്പിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പ് യോഹന്നാൻ മാബ്ദാനയോടൊപ്പം ഒന്ന് സഞ്ചരിക്കേണ്ടതാണ്. നമ്മുടെ കർത്താവിന് പാതയൊരുക്കാൻ വേണ്ടി വന്ന യോഹന്നാൻ മാബ്ദാന. ഒരിക്കൽ ഇങ്ങനെ പരീശന്മാരും സാധുക്യരും ഒക്കെ ചോദിക്കുന്നുണ്ട്, നീ ക്രിസ്തു അല്ലേ? അല്ലെന്ന് പറയാനായിട്ട് അദ്ദേഹത്തിന് വെളിച്ചമുണ്ടായിരുന്നു, ഉള്ളില് ആത്മജ്ഞാനമുണ്ടായിരുന്നു, ഹൃദയത്തിന് വലിപ്പമുണ്ടായിരുന്നു. അവനവൻ ആരാന്ന് തിരിച്ചറിയാനുള്ള ഒരു ശേഷിയുണ്ട്. ആൾക്കൂട്ടം അവിടെയും അവസാനിക്കുന്നില്ല, അവർ ഉപേക്ഷിക്കുന്നില്ല. അവർ വീണ്ടും പ്രതീക്ഷയോടെ ചോദിക്കുകയാണ്, ഏലിയാവല്ലേ? അതും അവർക്കിടയിൽ അവരുടെ മതത്തിന്റെ രാജ്യത്തിലെ നേതാവ് തന്നെയാണ്. തലയാട്ടിയാല് ഏലിയാവാകാനായിട്ട് നല്ലൊരു അവസരം കിട്ടുമായിരുന്നു. ആരെങ്കിലുമൊക്കെ ആയി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി അവനവന്റെ പേരിങ്ങനെ കുറെ കൂടി ഒന്ന് പ്രകാശിപ്പിക്കണം, കുറെ കൂടി ഭംഗിയായി പ്രദർശിപ്പിക്കണമെന്ന് കരുതുന്ന ഭൂമിയിലെ ഭൂരിപക്ഷം ആളുകളും യോഹന്നാൻ സ്നാപകനെ കുറെ കൂടി ഒന്ന് ആഴത്തിൽ അറിയേണ്ടതാണ്. ഒട്ടും സംശയിക്കാതെ പറഞ്ഞു, ഞാൻ ഏലിയാവുമല്ല. ആൾക്കൂട്ടം വീണ്ടും ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ പ്രവാചകന്മാരുടെ പരമ്പരയിലെ ഒരു പ്രവാചകനാണ്? അതിനെങ്കിലും സമ്മതിക്കാമറിയാം. അങ്ങനെ ഒരു ദൗത്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതും നിഷേധിക്കുക. അതുമല്ല, മരുഭൂമിയിലെ വെറും ശബ്ദമാണെന്ന് പറയാം. മരുഭൂമിയിലെ വെറും ശബ്ദം. രണ്ടു കൂട്ടം ആളുകളുണ്ട് നമുക്കിടയിൽ. ഒന്ന് ഈ ലോകം തനിക്ക് വേണ്ടി മാത്രമാണെന്ന് കരുതുന്ന ചില മനുഷ്യരാണ്. രണ്ടാമത്തെ കൂട്ടരാവട്ടെ, ഈ ലോകത്ത് ഇങ്ങനെയെങ്കിലും ഒന്ന് നിൽക്കാനായിട്ട് ഇത്തിരി ഇടം കിട്ടിയല്ലോ, ആ ഭാഗ്യത്തെ ഓർത്ത് വിനയപൂർവ്വം കൃതജ്ഞതയോടെ കരം കൂപ്പുന്നവരാണ്. ആദ്യത്തെ കൂട്ടരിൽ സ്വന്തം അച്ചുതണ്ടിൽ മാത്രം കറങ്ങുന്നവരാണ്. മറ്റുള്ളവരെല്ലാം തനിക്ക് ചുറ്റും കറങ്ങുന്ന ചെറു ഉപഗ്രഹങ്ങളാക്കി മാറ്റുകയും ചെയ്യും. അവർ തന്നിഷ്ടങ്ങളെ വളരെ തന്ത്രപരമായി സാധിച്ചെടുക്കും. വിരുദ്ധാഭിപ്രായങ്ങളും വിയോജിപ്പും ഉള്ളവർക്ക് അവർ ഭ്രഷ്ട് കൽപ്പിക്കും. അങ്ങനെയാണ് അവർ അവരുടെ പേര് കുറച്ചും കൂടി നിലനിർത്തുന്നത്. അങ്ങനെയുള്ള ആളുകളുടെ പരിസരത്തെയും അവരുടെ പാതകളെയുമൊക്കെ കുറെ കൂടി ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും വലിയ പരിസര മലിനീകരണം എന്താണെന്നറിയാം? അത് ഈ ആത്മാരാധനയിൽ നിന്ന് വരുന്നതാണ്. അവനവനെ തന്നെ ഇങ്ങനെ ആരാധിച്ചു പോകുന്ന മനുഷ്യർ എവിടെയൊക്കെ വല്ലാതെ പെരുകുന്നു. ക്രിസ്തുവല്ലെന്ന്, ഏലിയാവല്ലെന്ന്, ഒരു പ്രവാചകൻ പോലുമല്ല, പിന്നെ വെറും ശബ്ദം മാത്രമാണെന്ന് പറയാനുള്ള ഒരു ശേഷിയിലേക്കൊക്കെ എങ്ങനെയാണ് നമ്മളും ക്രിസ്തു വഴികളിലൂടെ എത്തുക? ആമേൻ.